മിനിഞ്ഞാന്ന് വരെ ചൂരൽമലയിൽ ഈ സ്ഥലത്ത് നിരവധി പേരെത്തുന്നതായിരുന്നു. ഇവിടെ ഒരു അമ്പലമുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത്. അവിടെ അമ്പലത്തിൻ്റെ ഒരു ഹാൾ ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് കാണുന്നത് ആശുപത്രിയാണ്. അതായത് പണ്ട് വസൂരി രോഗം വരുന്നവരെ ചികിത്സിക്കാനായി തുടങ്ങിയ ആശുപത്രി പിന്നീട് എസ്റ്റേറ്റിൻ്റെ തന്നെ ആശുപത്രിയായി മാറി. അങ്ങനെ നിരവധി പേർ ഈ ആശുപത്രിയിലൊക്കെ എത്തുന്ന അവിടെ ഒരു KSRTC ബസ് അടക്കം കാണാം. അത് ഇന്നലെ രാവിലെ റൂട്ടിന് പോകാൻ വേണ്ടി നിർത്തിയിട്ടതാണ്. രാവിലെ എടുത്ത് പോകുന്നതിന് വേണ്ടി നിർത്തുന്നതായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി പുലർച്ചയോടുകൂടി തന്നെ അപകടം സംഭവിച്ചതിന് ശേഷം ആ ബസ് എടുക്കാൻ സാധിച്ചിട്ടില്ല. അത്തരത്തിൽ വലിയ ഓരോരുത്തർക്കും ഓരോ നഷ്ടങ്ങൾ ഉണ്ടായി. ഇനി ഈ പുഴ കാണുന്നത് മുമ്പ് ഇതൊരു ചെറിയ തോടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്നത് എല്ലാം കുത്തിയൊലിച്ച ഒരു പുഴയാണ്. ഈ പുഴയ്ക്ക് കുറുകെയാണ് ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ തടിപ്പാലത്തിലൂടെയാണ് ഇപ്പോൾ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വിടുന്നത്. ഈ പാലം വരുന്നതിന് മുമ്പ് ഇവിടെ, അതായത് മുണ്ടക്കൈ എന്ന് പറയുന്ന ഗ്രാമം ഒറ്റപ്പെട്ടിരുന്നു. ചൂരൽമല മാത്രമായിരുന്നു. പക്ഷേ ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് താൽക്കാലികമായി നിർമ്മിച്ച ഈ പാലമാണ് ഏക ആശ്വാസം. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ മഴ ശക്തമായതോടുകൂടെ മലവെള്ളപ്പാച്ചിൽ കുത്തിയൊലിച്ചു വരുന്നതിനോടുകൂടെ തന്നെ ഈ പാലം കടക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഏകദേശം അരമണിക്കൂർ ഈ പാലത്തിലൂടെയുള്ള സഞ്ചാരം നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് സേന ഇറങ്ങി ഓരോരുത്തരെയും കൈപിടിച്ച് കൃത്യമായി എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന കാര്യത്തിൽ സേന കൃത്യമായി ഇടപെട്ടു. ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന JCB എല്ലാം തന്നെ വലിയ തോതിലുള്ള ഇടപെടൽ നടത്തുന്നു. അങ്ങനെ ഉരുൾപൊട്ടലിൻ്റെ വലിയൊരു വ്യാപ്തി മനസ്സിൽ ചൂരൽമലയുടെ അങ്ങാടിക്ക് പിൻവശമാണ് ഇപ്പോൾ കാണുന്നത്. ഈ വശത്തുണ്ടായിരുന്ന എല്ലാ സ്ഥലങ്ങളും ഒലിച്ചു പോയതാണ്. വലിയ പാറക്കല്ലുകൾ വന്നു വീഴുന്നതായി കാണാം. പിന്നീട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം അമ്പലത്തിൻ്റെ ആയിരുന്നു. ഇവിടെ ഒരു അമ്പലമുണ്ടായിരുന്നത്. ഈ പ്രദേശത്തൊരു അമ്പലമുണ്ടായിരുന്നു. ഈ അമ്പലം മുഴുവനായിട്ട് തന്നെ ഒലിച്ചു പോയതായിട്ടും കാണാം. ഇന്നലെ മിനിഞ്ഞാന്ന് വരെ ഇവിടെ അമ്പലം ഉണ്ടായിരുന്നു. അമ്പലം എല്ലാം തന്നെ ഒലിച്ചുപോയി. ഇന്നിപ്പോൾ എല്ലാവരും തന്നെ ഭക്ഷണം കഴിച്ചതും വിശ്രമിച്ചതുമെല്ലാം ഈ സ്ഥലത്തായിരുന്നു. ഇന്നലെയെല്ലാം ഇവിടെ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നിരുന്നു. അങ്ങ് കാണുന്നതാണ് ബെയിലി പാലം. ഈ പാലമാണ് താൽക്കാലികമായി ഇപ്പോൾ സേന നിർമ്മിക്കുന്ന പാലമാണ്. കാരണം പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ ഉച്ചയോടുകൂടെ തന്നെ പാലത്തിൻ്റെ പണി പൂർണ്ണമായും കഴിയും. അതിനുശേഷമായിരിക്കും പാലം തുറക്കുക. അതിനുശേഷം ഈ വാഹനങ്ങൾ ഉള്ളിലോട്ട് കയറ്റിവിടാമെന്ന് കരുതുകയാണ്. 3 ഹിറ്റാച്ചി വാനുകൾ ഇപ്പോൾ മുണ്ടക്കൈയിലേക്ക് പോയിട്ടുണ്ട്. മുണ്ടക്കൈയിലേക്ക് 3 ഹിറ്റാച്ചി വാനുകൾ പോയി. അതാണ് മുണ്ടക്കൈയിലേക്ക് എത്തിയ, ഇപ്പോൾ ഈ സമയം ഉരുൾപൊട്ടൽ കഴിഞ്ഞതിന് ശേഷം എത്തിയ ഈ മുണ്ടക്കൈയിലേക്ക് പോയ ഈ ആകെയുള്ള ഒരു യന്ത്രം എന്ന് പറയേണ്ടത് അത് മാത്രമാണ്. പിന്നീടെല്ലാം പോയത് ജനറേറ്ററും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ആളുകൾ എടുത്തു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ച് പലരും മഴയ്ക്കിറങ്ങുന്ന ഒരു സാഹചര്യമാണ്. അതായത് മലയിൽ വലിയ തോതിലുള്ള മഴ ശക്തമായി തന്നെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ NDRF സേനയും സന്നദ്ധ സംഘടനകളെല്ലാവരും തന്നെ ഏകദേശം ഇപ്പോൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളുണ്ട്. ചേട്ടാ, കഴിഞ്ഞോ നിങ്ങളുടെ പ്രവർത്തനത്തിൽ പരിപാടി? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ കുറച്ച് രേഖകൾ കിട്ടിയിട്ടുണ്ട്. രേഖകൾ പിന്നെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പാസ്പോർട്ട്, ID കാർഡ്, മറ്റുള്ള ആധാർ, കുറച്ച് പൈസ, വലിയ സംഖ്യയാണ്. ആ സംഖ്യ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കിട്ടിയിട്ട് അത് ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ചാനലിന് മുമ്പ് നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏൽപ്പിക്കാലോ വെച്ചിട്ടാണ്. ആ സാധനം ബോഡികളുണ്ട് അവിടെ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ഇത്തരം സാധനങ്ങൾ കൈപ്പറ്റുന്ന ഓഫീസേഴ്സ് ഉണ്ട്, ഗവൺമെൻറ് ഓഫീസേഴ്സ് ഉണ്ട്. അവിടെ കൃത്യമായി ആ കാര്യങ്ങൾ നൽകുക. നിങ്ങളുടെ ഫോൺ നമ്പർ, എല്ലാം കാര്യങ്ങൾ തന്നെ. ഇതിൽ പണവും സ്വർണവും എല്ലാ കാര്യങ്ങളും അടങ്ങിയ രേഖകളാണ്. ഈ സന്നദ്ധ പ്രവർത്തകർ, നിങ്ങൾക്കറിയാം, ഈ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ വന്ന് ഇത്തരം പ്രവർത്തികൾ ഏർപ്പെടുന്നതാണ്. ഇപ്പോൾ പണവും രേഖകളും എല്ലാം അടങ്ങിയ ബാഗാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ സർക്കാർ ഒഫീഷ്യൽസിന് ഇവർ നൽകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ പേരും ഫോൺ നമ്പറും എല്ലാം തന്നെ അവിടെ കൊടുക്കും. ഇത് വേറെ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയാണ്. ഇപ്പോൾ കിട്ടിയ ഒരു റേഷൻ കാർഡിൻ്റെ കോപ്പി, അതും കൂടെ അതിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ റേഷൻ കാർഡും കൂടെ ആ രേഖകളിൽ കൊടുത്തിട്ട് അവിടെ കൊടുക്കാനാണ് പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ വീടാണ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു കല്യാണം കഴിഞ്ഞ വീടുമായിട്ട് തോന്നുന്നത്. പിന്നെ ലക്കോട്ടുകൾ, മറ്റുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു വലിയ തുക പൈസ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ രേഖകൾ പറഞ്ഞാൽ സ്വർണ്ണാണോ എന്ന് അറിയില്ല. ഒരു വളണ്ട്, പിന്നെ മൊബൈലുണ്ട്, പാസ്പോർട്ട്, പിന്നെ അലി മുനീർ പി, ജീപ്പ് ഡ്രൈവറാണ്. ഒന്ന് അലി സക്കീന,
മുനീർ പി, അലി, സക്കീന എന്നിവരുടേതാണ് ഈ രേഖകൾ എന്നാണ്. എങ്ങനെ ഡ്രൈവറാണ് തോന്നുന്നുണ്ട്. ജീപ്പ് ഡ്രൈവറാണെന്ന് തോന്നുന്നു എന്നുള്ള സംശയമാണ്. എന്തായാലും ഇവർ ഈ കിട്ടിയ രേഖകളും പണവും എല്ലാം തന്നെ ഇപ്പോൾ സർക്കാർ ഓഫീഷ്യൽസിന് കൈമാറുകയാണ്. ഇതിപ്പോൾ ചൂരൽമലയിലെ കാണുന്നത് നടക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഉരുൾപൊട്ടി ഒലിച്ചിറങ്ങിയിരിക്കുന്ന ആ പ്രദേശമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന വലിയ തോതിൽ ഭയപ്പെടുത്തുന്ന തരത്തിൽ കാണുന്ന ദൃശ്യങ്ങൾ. അവിടെ ഒരു ചുവപ്പും വെള്ളയും തരത്തിലുള്ള ഒരു പുകക്കുഴൽ, അത് അവിടെയുള്ള ഒരു തേയില ഫാക്ടറിയാണ്. അതിൻ്റെ പിൻവശത്ത് മുതലാണ് ഇങ്ങോട്ട് ഏകദേശം കിലോമീറ്റർ കണക്കിന് ഉരുൾപൊട്ടി ഒലിച്ചു വരുന്നതായിട്ട് കാണാം. ഇവിടെ വലതുവശത്ത് കാണുന്ന ദൃശ്യങ്ങൾ, വലതുവശത്ത് കാണുന്ന ചൂരൽമല ഹൈസ്കൂൾ, ഗവൺമെൻറ് ഹൈസ്കൂളാണ്. ആ ഹൈസ്കൂളിൻ്റെ മുന്നിലെ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ കൂറ്റൻ പാറക്കല്ലുകളെല്ലാം തന്നെ വന്നടിഞ്ഞിരിക്കുന്നത്. ഈ സ്കൂളിൻ്റെ ഒരു ബ്ലോക്കിൽ ഒരു നില മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. ഒരു നില മണ്ണിനടിയിലായിട്ടാണ് ഉള്ളത്. അങ്ങനെ വലിയ തോതിലുള്ള നാശം വിതച്ചുകൊണ്ടുള്ള ഒരു ഉരുൾപൊട്ടൽ വന്നിരിക്കുന്നു. പലരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉറക്കത്തിൽ ഒന്നും അറിയാതെ ഒലിച്ചു പോയി, എങ്ങോട്ടോ ഒലിച്ചു പോയി. അവിടെ നിന്ന് മലപ്പുറത്ത് നിന്നടക്കം അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ട് ഇപ്പോൾ NDRF സേനയും എല്ലാ സേനയും ചേർന്നുകൊണ്ട് അവിടെ ബെയിലി പാലം നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ഉച്ചയോടുകൂടി തന്നെ ഈ പാലത്തിൻ്റെ പണി പൂർത്തിയാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സേനകളെല്ലാവരും തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനം നിർത്തിയോ എന്ന് ചേട്ടാ, ഇന്നത്തെ പരിപാടി നിർത്തിയോ? എവിടെയായിരുന്നു? മോള് വശത്ത് തന്നെ ഏറ്റവും പൊട്ടി. നിങ്ങൾ എവിടെ നിന്ന് വന്നവരാ? നമ്മൾ കൽപ്പറ്റ. അല്ലേ ചേട്ടാ? സാറേ, ഞങ്ങൾ പിണങ്ങോട് എന്ന സ്ഥലത്താണ്. ബെറ്റ് എന്നുള്ള ടീമിൻ്റെ ആൾക്കാരാണെന്ന്. നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് ഇവിടെ എത്തി. ഇതിൻ്റെ മുകളിൽ നമ്മളെ റാണിമലേൻ്റെ മുകളിൽ ഒരു 19 ആൾക്കാർ കുടുങ്ങി എന്നിട്ട് രാവിലെ ഒരു മെസ്സേജ് നമുക്ക് കിട്ടി. ഇന്നലെ 11 മണിക്ക് ഒരു മെസ്സേജ് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നേരെ അതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള സംവിധാനം കണ്ടു. ഞങ്ങളൊരു 24 പേര് ഇവിടുന്ന് അവിടെ പോയി അവരെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ പോയി നോക്കുമ്പോൾ നമുക്ക് ഇത് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ കയറ് അപ്പുറത്തേക്ക് വലിച്ച് ഇട്ടു. താൽക്കാലികമായിട്ട് ഒരു ചെറിയ ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കി അപ്പുറത്തേക്ക് കിടന്നു. അവരെ എന്ത് ചെയ്തു, അതിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് രണ്ടാമത് കൊണ്ടുവരിക ചെയ്തിരുന്നത്. 24 പേരുണ്ട്. 24 പേരെ അവിടുന്ന് റെസ്ക്യൂ ചെയ്തു. ഇന്ന് രാത്രിയും തുടരുന്നുണ്ടോ അല്ലെങ്കിൽ നാളെ രാവിലെ? ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഇവിടെ റെസ്ക്യൂ നടക്കുന്നുണ്ട്. റെസ്ക്യൂ പ്രവർത്തനം നടക്കുന്നുണ്ട്. വെളിച്ചക്കുറവ് ഉണ്ടാവില്ല. വെളിച്ചത്തിന് സാധനം കൊണ്ടുപോയിട്ടുണ്ട്. വെളിച്ചത്തിനുള്ള ട്രാൻസ്ഫോറും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ ജനറേറ്റർ വെളിച്ചത്തിന് വേണ്ടി ഇവിടെ ജനറേറ്ററുകളെല്ലാം എത്തിച്ചിട്ടുണ്ട്. ഈ ജനറേറ്ററുകളെല്ലാം തന്നെ രാത്രി വെളിച്ചത്തിനുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ മരം മുറിക്കുന്ന മെഷീനുകളുണ്ട്, പെട്രോളിൽ ഉപയോഗിക്കുന്ന മെഷീനുകളുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള എല്ലാ യന്ത്രങ്ങളും തലച്ചുമടായിട്ട് കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ അവിടെ നിന്ന്. ഇനി ഇവിടെ സർവീസ് നടത്തുന്ന 2 ജീപ്പുകളാണുള്ളത്. അതിലൊരു ജീപ്പാണ് ഇപ്പോൾ വരുന്നത്. ആ ജീപ്പിലാണ് സാധനങ്ങളെല്ലാം കയറ്റി കൊണ്ടുപോകുന്നത്. ഇതിൽ തന്നെയായിരുന്നു മൃതദേഹങ്ങളും കൊണ്ടുവരുന്നത്. ഈ വാഹനത്തിലാണ്. നിരവധി മൃതദേഹങ്ങളെല്ലാം മുണ്ടക്കയിൽ നിന്ന് ലഭിക്കുന്ന മൃതദേഹങ്ങളെല്ലാം തന്നെ ഈ വാഹനത്തിൽ കൊണ്ടുവരികയും അത് ഇവിടെ നിന്ന് റോപ്പ് മാർഗം അവിടേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ഇവിടെ ഇതാ ഇപ്പോഴും മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2 പേരുടെ മൃതദേഹമാണ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. മുണ്ടക്കയിൽ നിന്ന് എത്തിച്ച മൃതദേഹങ്ങളാണ് ഇത്. ഇവിടെ നിന്ന് ഇനി റോപ്പ് മാർഗം ചൂരൽമലയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനം റോപ്പ് മാർഗമാണ് എത്തിക്കുക. ഇത് മുണ്ടക്കയിൽ നിന്ന് കൊണ്ടുവന്ന മൃതദേഹങ്ങളാണ്.